നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഒന്നാം വർഷ അക്കൗണ്ടൻസിയുടെ സിലബസാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതേപോലെ തന്നെ അതിൻ്റെ മാർക്ക് സ്കീമുകളും മറ്റും നമ്മൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. നമ്മളിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം എന്താണ് കൊമേഴ്സ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഒരു മീനിങ് ഒക്കെ പറഞ്ഞു തന്നിരുന്നു. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും എന്തായിരുന്നു കൊമേഴ്സ് എന്നത്? നോക്കുക എന്താണ് കൊമേഴ്സ് എന്ന്. നമ്മൾ പഠിച്ചു ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉൽപ്പാദകൻ്റെ കയ്യിൽ നിന്നും ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് വരെ അതിനിടയിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷന്, പാക്കേജിങ്, പ്രൈസിങ്, ട്രാൻസ്പോർട്ടേഷന്, അഡ്വർടൈസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ പറഞ്ഞു. ഈ പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് കൊമേഴ്സ്. ഉൽപ്പാദകൻ്റെ കയ്യിലുള്ള വസ്തു ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് കൊമേഴ്സ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെടുത്തിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഒന്നാം വർഷ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ 6 പേപ്പറുകളാണുള്ളത്. അതിൽ 4 സബ്ജക്റ്റുകളാണ്. ഒന്ന് സാധാരണ പോലെ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷും, രണ്ടാമത്തത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അറബിയോ അല്ലെങ്കിൽ മലയാളം എടുത്ത ആളുകളൊക്കെ ഉണ്ടാകും. അതിനുശേഷം 4 സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ സബ്ജക്റ്റുകളും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസ് എന്തിനാണ് പഠിക്കുന്നത്? ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ആരംഭിച്ചുവല്ലോ. എന്താണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? എന്തിനാണ് കൊമേഴ്സ് പഠിക്കുന്ന കുട്ടി ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നത്? പേര് തന്നെ ഉണ്ട്, ബിസിനസ് അല്ലേ, വ്യാപാരം അല്ലെങ്കിൽ കച്ചവടം. നമ്മുടെ രാജ്യത്ത് പല ടൈപ്പിൽപ്പെട്ട ബിസിനസ്സുകളുണ്ട്. ഒരാൾ തനിച്ച് നടത്തുന്ന ബിസിനസ് ഉണ്ടാകും, ഒന്നിലധികം ആളുകൾ നടത്തുന്ന ബിസിനസ് ഉണ്ടാകും, ഒരു കുടുംബം നടത്തുന്ന ബിസിനസ് ഉണ്ടാകും, വൻകിട കമ്പനികളുണ്ടാകും, പരസ്പര സഹായത്തിന് വേണ്ടി ലാഭം ഒന്നെടുക്കാതെ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ടാകും. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ബിസിനസ്സുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതേപോലെ തന്നെ ഒരു ബിസിനസ് ആരംഭിക്കുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ ഉണ്ടാക്കണം, ഐഡിയ ഡെവലപ്പ് ചെയ്യണം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, അതിന് പ്രൈസ് നിശ്ചയിക്കണം, അതിൻ്റെ പ്രൊമോഷൻ നടപടികൾ, പരസ്യം, മറ്റു പ്രവർത്തനങ്ങൾ തീരുമാനിക്കണം, ആഫ്റ്റർ സെയിൽ സർവീസ് തീരുമാനിക്കണം. ഇങ്ങനെ സകല ഒരു വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കച്ചവടം കൊമേഴ്സ് പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലുമെല്ലാമായിട്ട് ഏതെല്ലാം തരത്തിൽപ്പെട്ട ബിസിനസ്സുകളുണ്ട്, ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഓരോ ബിസിനസ്സും നടത്തിക്കൊണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ആരംഭിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം പൊതുവായുള്ള വിലയിരുത്തലുകളിലേക്കും കുറേ നിഗമനങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റുകളുടെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നത്. ഇനി രണ്ടാമത്തെ സബ്ജക്റ്റാണല്ലോ അക്കൗണ്ടൻസി. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് മറ്റൊന്നാണ് എക്കണോമിക്സ്. എക്കണോമിക്സും നിങ്ങൾക്ക് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥി എക്കണോമിക്സ് പഠിക്കുന്നത്? എന്താണ് എക്കണോമിക്സ്? സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ മൊത്തത്തിൽ വേൾഡ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പല ടൈപ്പിൽ പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ പണമുള്ള ആളുകളും പണമില്ലാത്ത ആളുകളും ഇടത്തരക്കാരും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ലോകത്തെ മൊത്തം സാമ്പത്തിക വിശകലനം എന്ന് പറയുന്നത് ഹൈ ക്ലാസ് ആളുകളുണ്ട്, മീഡിയം ലെവലുള്ള ആളുകളുണ്ട്, അതേപോലെ തന്നെ ലോവർ ലെവലുമുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളും ഓരോ ആളുകളുടെയും സാമ്പത്തിക സ്ഥിതികളും ഓരോ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്ക് അനുയോജ്യമായ പ്രൊഡക്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ്സിനെ ഏറ്റവും എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ആ രാജ്യത്തുള്ള സാമ്പത്തിക സ്ഥിതി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊമേഴ്സിൻ്റെ ഭാഗമായിട്ട് എക്കണോമിക്സ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഓർത്ത് നോക്കാൻ സാധിക്കുമോ?
ഒരു ലക്ഷറി ആയിട്ടുള്ള ആളുകൾ, ഹൈ ക്ലാസ് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ വളരെ ചീപ്പായിട്ടുള്ള ഒരു ഉന്തുവണ്ടിയിൽ വെജിറ്റബിളൊക്കെ കൊണ്ടുപോയി വിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കച്ചവടം നമുക്ക് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും അവരുടെ ഒരു ലെവലിനനുസരിച്ച്, അവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നമ്മൾ ബിസിനസ് ഫോം ചെയ്യേണ്ടി വരും, പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് കൊണ്ടാണ് ബിസിനസ് ആരംഭിക്കുന്നതിൻ്റെ മുൻപായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പഠിക്കുന്ന നമ്മൾ സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് വിശകലനം നടത്തുന്നതിന് വേണ്ടി എക്കണോമിക്സ് പഠിക്കുന്നത്. മറ്റൊന്നാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഇല്ലാത്ത മറ്റൊന്നിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ സാറ് നിങ്ങൾക്ക് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടാകും. എന്താണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നും എന്താണ് കമ്പ്യൂട്ടർ എന്നും സാറ് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു കാണും. അപ്പോൾ ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം. സമസ്ത മേഖലകളിലും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗമാണ്. ബിസിനസ്, പ്രത്യേകിച്ച് ബിസിനസ് എടുത്താൽ ഇന്ന് ബിസിനസ്സുകളൊക്കെ ഡോർ ടു ഡോർ സെയിലിന് പകരം ഇന്ന് ഓൺലൈൻ സെയിലുകളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഇന്ന് വേൾഡ് ഒരു സിംഗിൾ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്ത് എവിടെ നിന്നും ആർക്കും എന്തും വാങ്ങാനും വിൽക്കാനും സാധിക്കും ത്രൂ ഇൻ്റർനെറ്റ്. ഓൺലൈൻ സെയിലുകൾ അധികരിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഏതൊരു ബിസിനസ്സിൻ്റെയും അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറുകൾ. പ്രൊഡക്റ്റുകളുടെ ഓർഡർ സ്വീകരിക്കാനും അതിൻ്റെ ക്യാഷ് കളക്ട് ചെയ്യാനും അതേപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനെല്ലാം വേണ്ടി തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം നന്നായിട്ട് തന്നെ ബിസിനസ്സിൻ്റെ സമസ്ത മേഖലകളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിസിനസ്സുകളിൽ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ എന്ന സബ്ജക്റ്റും കൂടി ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ കൊമേഴ്സുമായി നേരിട്ട് തന്നെ ബന്ധമുള്ള ഓരോരോ സബ്ജക്റ്റുകളാണ് നമ്മളുടെ അക്കാദമിക് ഇയറിൽ നമുക്ക് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ളത്. അവയാണ് ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനുമെല്ലാം. മറ്റൊന്നാണ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി അറിയപ്പെടുന്നത് ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ്. ബിസിനസ്സിൻ്റെ ലാംഗ്വേജ്. എന്ത് ലാംഗ്വേജ്? ഭാഷ. ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഷയാണ് അക്കൗണ്ടൻസി. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. നമുക്ക് ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറേ ആളുകൾക്ക് വിൽക്കും, കുറേ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങും, കുറേ ആളുകൾക്ക് കടം കൊടുക്കും, കുറേ ചിലവുകൾ വരുത്തും, കുറേ വരവുകൾ നമുക്ക് ലഭിക്കും. ഇതൊന്നും എഴുതി വെക്കാതിരുന്നാൽ എന്തിനാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്? നിങ്ങൾ പഠിച്ചല്ലോ, എന്താണ് ബിസിനസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ലാഭം നേടുക എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് ബിസിനസ്. നമ്മളിങ്ങനെ നടത്തുന്ന ഇടപാടുകൾ, വാങ്ങലുകളും വിൽക്കലുകളും ചെലവുകളും വരവുകളും ഇതൊന്നും എഴുതി വെക്കാത്ത ഒരു സ്ഥിതിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് പറയാൻ കഴിയുമോ ലാഭമാണ് നഷ്ടമാണെന്നൊക്കെ ഒരു വർഷത്തിൽ ഉണ്ടായതെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായി എഴുതി വെക്കാനും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഭാഗം തന്നെ, ഒരു സബ്ജക്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കച്ചവടവുമായി ഡയറക്റ്റ് ബന്ധമുള്ള കുറേ സബ്ജക്റ്റുകളാണ് നമ്മുടെ നമ്മുടെ ഈ വർഷത്തെ അക്കാദമിക് ഇയറിലെ സബ്ജക്റ്റുകളായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ ബിസിനസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ. എന്താണ് ഓരോന്നിൻ്റെയും നമ്മുടെ മുന്നിൽ ഇട്ട് തന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൂടിയാണ് ഞാനിവിടെ വിവരിച്ചിട്ടുള്ളത്. ബിസിനസ് രാജ്യത്തുള്ള വിവിധ അല്ലെങ്കിൽ ലോകത്ത് നിന്ന് നിലവിൽ ഉള്ള പല ടൈപ്പിലുള്ള ബിസിനസ്സുകളെ പരിചയപ്പെടുക, ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ മനസ്സിലാക്കുക, ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക, കച്ചവടം ഡെവലപ്പ് ചെയ്യാൻ വേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സമസ്ത കാര്യങ്ങൾ പഠിക്കാനും വേണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് നമുക്ക് ബിസിനസ് സ്റ്റഡീസ് പഠിക്കേണ്ടി വരുന്നത്. അക്കൗണ്ടൻസി എന്തിനാണ് പഠിക്കുന്നത്? ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതി വെക്കാനും അതുമായി ബന്ധപ്പെട്ട ലാഭനഷ്ടങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെയാണ് അക്കൗണ്ടൻസി നമ്മൾ പഠിക്കുക. അപ്പോൾ എങ്ങനെ കണക്ക് എഴുതാം എന്നതാണ് അക്കൗണ്ടിങ് നമ്മളെ പഠിപ്പിക്കുന്നത്. എക്കണോമിക്സ് ബിസിനസ് നടത്തുമ്പോൾ ബിസിനസ്സിനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു ഘടകമാണ് സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ
രാജ്യത്തിൻ്റെ വിവിധ അല്ലെങ്കിൽ രാജ്യത്തുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ ലോകത്തുള്ള മൊത്തം ജനങ്ങളുടെ സാമ്പത്തിക നില ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സാമ്പത്തിക സ്ഥിതിക്കും അനുയോജ്യമായിട്ടുള്ള ബിസിനസ്സുകൾ വേണം നമ്മൾ ഡെവലപ്പ് ചെയ്യാനും ഫോം ചെയ്യാനും. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തുള്ള അല്ലെങ്കിൽ രാജ്യത്തുള്ള നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പരിചയപ്പെടാനാണ് എക്കണോമിക്സ് നമ്മളുടെ പഠന ഭാഗമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇന്ന് എല്ലാ പ്രവർത്തനങ്ങളും കമ്പ്യൂട്ടറിൻ്റെ സഹായത്താലാണ് നടക്കുന്നത്. ബിസിനസ്സും അതേപോലെ തന്നെ ഓർഡറുകൾ വാങ്ങുന്നതും ക്യാഷ് കളക്ട് ചെയ്യുന്നതും മറ്റു എല്ലാ പ്രവർത്തനങ്ങളും കമ്പ്യൂട്ടറിൻ്റെ എയ്ഡ് കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. കൊണ്ട് തന്നെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മുടെ കൊമേഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മുടെ സബ്ജക്റ്റുകൾ, ഓരോ സബ്ജക്റ്റുകളും കൊമേഴ്സ് വിദ്യാർത്ഥികളായ നമുക്ക് പഠിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് കൊമേഴ്സ് എന്ന് പറഞ്ഞത്? എയ്ഡ് ടു ട്രേഡ്. എയ്ഡ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ കച്ചവടം. എയ്ഡ് സഹായിക്കുക, കച്ചവടത്തെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളും. ഉൽപ്പാദിപ്പിച്ചത് മുതൽ വിൽപ്പന വരെയുള്ള സകല പ്രവർത്തനങ്ങളുമാണല്ലോ കച്ചവടം. അപ്പോൾ ഉൽപ്പാദനം മുതൽ കച്ചവടം വരെ അതിനിടയിലുള്ള സകല പ്രവർത്തനങ്ങളും. ഉൽപ്പാദിപ്പിച്ച സ്ഥലത്തുനിന്ന് സാധനങ്ങൾ വാഹനത്തിൽ കയറി ട്രാൻസ്പോർട്ട് ചെയ്യാതെ ഒരിക്കലും വിൽപ്പന എന്ന പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കുമോ? ഇല്ലല്ലോ. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞ് അതിൻ്റെ പരസ്യം ചെയ്യാതെ ആ സാധനം നമുക്ക് വിറ്റു പോകാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ആ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് വളരെ അട്രാക്റ്റീവായിട്ട് പേപ്പർ ഉപയോഗിച്ചിട്ടോ കവറുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വല്ല ബോക്സുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വല്ല ടിന്നുകൾ ഉപയോഗിച്ചിട്ടോ ബോട്ടിലുകൾ ഉപയോഗിച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പാക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ പാക്ക് ചെയ്യാതെ ഉണ്ടാക്കിയ സാധനം അപ്പടി ഓപ്പണാക്കിക്കൊണ്ട് നമുക്ക് വിൽപ്പന നടത്താൻ സാധിക്കും? ഇല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വിൽപ്പനയെ അല്ലെങ്കിൽ കച്ചവടത്തെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളെയും പറയുന്ന പേരാണ് കൊമേഴ്സ്. എയ്ഡ് ടു ട്രേഡ്. അത്ര മനസ്സിലാക്കിയോ? കൊമേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ എയ്ഡ് ടു ട്രേഡ്, കച്ചവടത്തെ സഹായിക്കുന്ന അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും വിളിക്കുന്ന പേരാണ് കൊമേഴ്സ്. കൊമേഴ്സ് എന്താണെന്ന് പരിചയപ്പെട്ടു. കൊമേഴ്സിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, അതൊക്കെ പഠിക്കാനുള്ള ഒബ്ജക്റ്റുകൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമ്മളിനി നേരത്തെ പറഞ്ഞു അക്കൗണ്ടൻസി എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. എന്തിനാണ് അക്കൗണ്ടിങ് പഠിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കുകളൊക്കെ തയ്യാറാക്കുന്നത് അക്കൗണ്ടിങ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ കണക്ക് തയ്യാറാക്കലാണ് നമ്മളുടെ ടോപ്പിക്. നമ്മളിനി മുതൽ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ആരെങ്കിലൊക്കെ ബിസിനസ്സൊക്കെ നടത്തിക്കോട്ടെ, ലാഭമൊക്കെ വാങ്ങിക്കോട്ടെ, നമ്മൾ കണക്ക് തയ്യാറാക്കുന്ന ആളുകളാണ്. കണക്ക് തയ്യാറാക്കുന്ന നമ്മൾ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടൻറ്റ്. ക്ലിയറായല്ലോ? കണക്ക് തയ്യാറാക്കുന്ന വ്യക്തിയെ വിളിക്കപ്പെടുന്ന പേരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് അക്കൗണ്ടൻറ്റ്. ക്ലിയറായല്ലോ? അപ്പോൾ നമ്മളൊരു അക്കൗണ്ടൻ്റാണ്. നമ്മൾ അക്കൗണ്ടൻ്റ് ആയിക്കൊണ്ടാണ് ഇനി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളൊരു ബിസിനസ്സിൽ കണക്ക് എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചു. നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം എന്താണ് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്ക്. കണക്ക് എഴുതുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ത് നടന്നാലും, എന്ത് ഇടപാട് നടന്നാലും, വാങ്ങിയാലും ശരി, വിറ്റാലും ശരി, ശമ്പളം കൊടുത്താലും ശരി, കറണ്ട് ബില്ലടച്ചാലും ശരി, ആരെങ്കിലും വല്ല കമ്മീഷൻ തന്നാലും ശരി, എവിടെന്നെങ്കിലും വല്ല പലിശ കിട്ടിയാലും ശരി, എല്ലാ ഇടപാടുകളും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ഒന്നും തന്നെ വിട്ടുപോകാതെ രേഖപ്പെടുത്തണം. ശരിയല്ലേ? അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട, ഒരു അക്കൗണ്ടൻറ്റ് ചെയ്യേണ്ട ആദ്യത്തെ ജോലിയാണ് റെക്കോർഡിങ്. ഫസ്റ്റ് വർക്കാണ് റെക്കോർഡിങ്. ഇനി നമ്മൾ നടന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുകയാണ്. കുറേ വാങ്ങിയത് എഴുതി, കുറേ വിറ്റത് എഴുതി, കുറേ ചിലവുകൾ വന്നത് എഴുതി, കുറേ വരവുകൾ ഉണ്ടായത് എഴുതി, ഇതെല്ലാം അപ്പടി ഇങ്ങനെ എഴുതി വെക്കുകയാണ്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളോട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളെ കണക്ക് എഴുതാൻ വേണ്ടി ഏൽപ്പിച്ച സ്ഥാപനത്തിൻ്റെ ഓണർ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ വർഷം എത്ര രൂപയുടെ സെയിൽസ് ഉണ്ടായി? നിങ്ങൾക്ക് പറയാൻ സാധിക്കും? കാരണം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടി നമ്മൾ പറയുന്ന പോലെ ഒരു സാമ്പാറാക്കി എഴുതിയതാണ്. എല്ലാം കൂടി ഒരു 1 by 1 ആയിട്ട് ഇങ്ങനെ എഴുതിയതാണ്. നമ്മൾ കുറേ ടൈം എടുക്കും. ഇങ്ങനെ എണ്ണി നോക്കി കണ്ടുപിടിക്കേണ്ടി വരും. എത്ര സെയിൽസ് ഉണ്ടോ അത്രയും സെയിൽസുകൾ കണ്ടെത്തി അതിൻ്റെ ടോട്ടലൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പറയും ഇത്ര രൂപയുടെ സെയിൽസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണക്ക് എഴുതുമ്പോൾ രേഖപ്പെടുത്തി വെച്ചാൽ മാത്രം പോരാ. ആരെങ്കിലൊക്കെ ചോദിക്കുന്ന സമയത്ത് കൃത്യമായ മറുപടി നൽകണമെങ്കിൽ
നമ്മൾ എല്ലാം വേർതിരിച്ച് എഴുതണം. വാങ്ങിയതൊക്കെ വേറെ എഴുതണം, വിറ്റതൊക്കെ വേറെ എഴുതണം, ചെലവുകളൊക്കെ വേറെ എഴുതണം, വരവുകളൊക്കെ വേറെ എഴുതണം. അങ്ങനെ വേർതിരിച്ച് എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉടനെ നമുക്ക് നൽകാൻ സാധിക്കും. ശരിയല്ലേ? അപ്പോൾ അവിടെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ വർക്ക് ആരംഭിക്കുന്നത്, ക്ലാസിഫിക്കേഷൻ. ആദ്യം റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സ്വഭാവം അനുസരിച്ച് വേർതിരിച്ച് വെക്കണം. രണ്ട് വർക്കുകൾ നമ്മൾ പഠിച്ചു, റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷൻ. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഇടപാടുകളൊക്കെ രേഖപ്പെടുത്തുന്നതിന് പറയുന്ന പേരാണ് റെക്കോർഡിംഗ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാലോ, രേഖപ്പെടുത്തിയതിൽ വ്യത്യസ്ത സ്വഭാവം ഉണ്ടാവും. വരവുണ്ടാവും, ചെലവുണ്ടാവും, പർച്ചേസ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും. ഇതൊക്കെ വേർതിരിച്ച് എഴുതുക. പർച്ചേസ് ഒക്കെ എടുത്ത് ഒരു സ്ഥലത്ത് എഴുതുക, സെയിൽസ് ഒക്കെ വേറൊരു സ്ഥലത്ത് എഴുതുക. ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ്, നമ്മളിപ്പോൾ ഒരു പേജിൽ കൊണ്ടുപോയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തതിലുള്ള സകല പർച്ചേസും കൊണ്ടുപോയിട്ട് ഒരു പേജിൽ എഴുതി. നമുക്ക് പറയാൻ പറ്റും ഇത്ര റുപ്യയുടെ പർച്ചേസ് ഉണ്ടായി. ആ പേജ് നോക്കി ഇങ്ങനെ വായിച്ചു കൊടുത്താൽ മതിയാവും. എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു ചുരുക്കം എടുക്കണം. ശരിയല്ലേ? അതിൻ്റെ ഒരു ആകെ തുക എത്രയുണ്ട് എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ അതിനൊരു ചുരുക്കം എടുക്കുന്നതിനെ പറയുന്ന പേരാണ് സമ്മറൈസിങ്. ഒരു അക്കൗണ്ടന്റ് ചെയ്യേണ്ട നെക്സ്റ്റ് ഡ്യൂട്ടിയാണ് സമ്മറൈസിങ് ചെയ്യണം. ആദ്യം റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തിയതിനൊക്കെ വേറെ കാണിക്കുക. സ്വഭാവം അനുസരിച്ച് ഒരേപോലെയുള്ളതൊക്കെ ഒരു സ്ഥലത്ത്, മറ്റൊരു രീതിയിലുള്ളതൊക്കെ വേറൊരു സ്ഥലത്ത്, ഇങ്ങനെ വേർതിരിക്കുന്നതിനെ പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ കാര്യങ്ങൾ വേർതിരിച്ചതിൻ്റെ ആകെത്തുക, അതിൻ്റെ റിസൾട്ട് എടുക്കുന്നതിനെ പറയുന്ന പേരാണ് സമ്മറൈസിങ്. ഇങ്ങനെ സമ്മറിയൊക്കെ എടുത്തു. ഇപ്പോൾ നോക്കുക, നമ്മൾ ഒരു പേജിൽ കുറേ സെയിൽസ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ സമ്മറി എടുത്തു. ഒരു 10 ലക്ഷം റുപ്യയുടെ സെയിൽസ് നടന്നിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുകയാണ് കഴിഞ്ഞ മാസം എത്ര റുപ്യയുടെ സെയിൽസ് ഉണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കി. ഇതേപോലെ കഴിഞ്ഞ മാസത്തെയും സമ്മറി എടുത്തതുണ്ടാകും. അങ്ങനെ എടുത്ത് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 11 ലക്ഷം റുപ്യയുടെ സാധനങ്ങൾ വിറ്റ് പോയിട്ടുണ്ട്. ഈ മാസം അത് 10 ലക്ഷം രൂപയുടേതായി ചുരുങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ പ്രയാസമാണ്. വിൽപ്പന കുറഞ്ഞ ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഏറ്റവും ബാധിക്കുന്നൊരു ഘടകമാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ഒരു പഠനം നടത്തും. എന്താണ് ഇങ്ങനെ കുറയാനുള്ള കാരണം? കച്ചവടം കുറയാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കും. ആ കാരണം പരിഹരിച്ചുകൊണ്ട് പുതിയ എന്തെങ്കിലും ടെക്നിക്കുകളോ അല്ലെങ്കിൽ സ്ട്രാറ്റജികളോ കച്ചവടം നടത്തുന്ന ആളുകൾ നടപ്പിലാക്കും. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ അങ്ങനെ വല്ല പ്രയാസങ്ങളോ റിസൾട്ട് കണ്ടുപിടിച്ചപ്പോൾ റിസൾട്ടിൽ വല്ല വ്യതിയാനവും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തും. ആ പഠനത്തെ പറയുന്ന പേരാണ് അനലൈസിങ്, വിശകലനം നടത്തുക. അപ്പം എന്തൊക്കെ ചെയ്തു? ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹം ആദ്യം റെക്കോർഡ് ചെയ്തതിനൊക്കെ ഒരേപോലെയുള്ളതിനൊക്കെ വേർതിരിക്കണം, ക്ലാസിഫിക്കേഷൻ നടത്തണം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തതിൻ്റെ ആകെത്തുക റിസൾട്ട് എടുക്കണം, സമ്മറൈസിങ് ചെയ്യണം. അതേപോലെ തന്നെ വല്ല വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടി അനാലിസിസ്, വിശകലനം ചെയ്യണം. അങ്ങനെ വിശകലനം ചെയ്തപ്പോൾ കാരണം കണ്ടെത്തി. എന്തുകൊണ്ടാണ് സെയിൽസ് കുറയാനുള്ളത് കാരണമെന്ന് കണ്ടെത്തി. തൊട്ടടുത്ത് ഇതേപോലെയുള്ള ഒരു കച്ചവട സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഇവർ കാരണം കണ്ടെത്തി. ഇനി അവർ കണ്ടെത്തിയാൽ ആ കണ്ടെത്തിയ കാര്യവുമായി മിണ്ടാതിരുന്നാൽ കച്ചവടം വർദ്ധിക്കും? ഇല്ലല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു വിശദമായ പഠനം നടത്തും. അവർ നമ്മുടെ കച്ചവടം പിടിക്കാൻ വേണ്ടി എന്ത് കാര്യങ്ങളാണ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ആ ഒരു ടെക്നിക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ വിശദമായ ഒരു പഠനം നടത്തും. ആ പഠനത്തെ പറയുന്ന പേരാണ് ഇൻ്റർപ്രറ്റിംഗ്, വിശദമായ പഠനം. അപ്പോൾ റെക്കോർഡിങ് ചെയ്യണം, ക്ലാസിഫിക്കേഷൻ ചെയ്യണം, സമ്മറൈസിങ് ചെയ്യണം, അനാലിസിസ് ചെയ്യണം, ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യണം, വിശദമായ പഠനം നടത്തണം. അങ്ങനെ വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കൃത്യമായ റിസൾട്ട് ലഭിക്കും. അവർ എല്ലാ സാധനങ്ങളുടെയും വില 5 രൂപയോ അല്ലെങ്കിൽ 10 രൂപയോ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആളുകളൊക്കെ അവിടെ പോയത്, നമ്മളുടെ കച്ചവടം കുറയാനിടയായത് എന്ന് കണ്ടുപിടിച്ചു എന്ന് വെക്കുക. സ്വാഭാവികമായിട്ടും ഈ ഒരു കണ്ടെത്തൽ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടന്റ് മാത്രമാണ്, അവിടുത്തെ ജോലിക്കാരനാണ്. നമുക്ക് അവിടെ 5 രൂപ കുറച്ച് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കച്ചവടം കിട്ടണമെങ്കിൽ 5 രൂപ അപ്പോൾ നാളെ മുതൽ കുറയ്ക്കണമെന്നുള്ള ഒരു ഓർഡർ ഇടാനുള്ള അധികാരം നമുക്കുണ്ടാവില്ല. കാരണം അത് തീരുമാനിക്കേണ്ടത് ഓണറാണ്.
നമ്മൾ അവിടുത്തെ ഒരു ജീവനക്കാരൻ മാത്രമാണ്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ ആ ഒരു ഐഡിയ ആരുമായിട്ട് ആശയവിനിമയം നടത്തണം? സ്ഥാപനത്തിൻ്റെ ഓണറുമായിട്ട് ആശയവിനിമയം നടത്തണം. അദ്ദേഹമാണല്ലോ ഫൈനൽ തീരുമാനമെടുക്കേണ്ട വ്യക്തി. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേറ്റിംഗ്, ആശയവിനിമയം ചെയ്യണം. ആരാണോ ഈ കണ്ടെത്തലിന് യുക്തമായ പരിഹാരം കണ്ടെത്തേണ്ട വ്യക്തി ആരാണ്, അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ ആശയവിനിമയം നടത്തണം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ അടങ്ങിയതാണ് അക്കൗണ്ടിങ്. ക്ലിയർ ആയല്ലോ? ഒരു അക്കൗണ്ടന്റ് ചെയ്യുന്ന വർക്കുകളാണ് പറഞ്ഞത്. ഈ വർക്കിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സുകളാണ്, പ്രത്യേകതകളാണ്. അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? റെക്കോർഡിങ് നടക്കുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ നടക്കുന്നുണ്ട്, സമ്മറൈസിങ് നടക്കുന്നുണ്ട്, അനാലിസിസ് നടക്കുന്നുണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒരു അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന വർക്കുകൾ എന്തൊക്കെ ചെയ്യും? ഇടപാടുകളുണ്ടായ നടക്കുന്ന ഓരോ ഇടപാടുകളും ഒരു അക്കൗണ്ടൻറ്റ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞ് അതിൽ ഒരേ സ്വഭാവമുള്ള ഐറ്റങ്ങളൊക്കെ എന്ത് ചെയ്യും? വേറെ വേറെ കാണിക്കും. അതാണ് ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയതിൻ്റെ റിസൾട്ട് കണ്ടെത്തും. അതാണ് സമ്മറൈസിങ് നടത്തി കഴിഞ്ഞതിന് ശേഷം ഒരു കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ കണക്കുകളുമായിട്ടൊരു താരതമ്യ പഠനം നടത്തും. അതിനെ പറയുന്ന പേരാണ് അനാലിസിസ്. ഈ താരതമ്യ പഠനം നടത്തിയിട്ട് എന്തെങ്കിലും പ്രത്യേകം കണ്ടെത്തിയാൽ അതിനെ സംബന്ധിച്ചൊരു വിശദമായ പഠനം നടത്തും. അതാണ് ഇൻ്റർപ്രിട്ടേഷൻ. ഈ വിശദമായ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും നടപടിക്രമങ്ങളിലൂടെയാണ് അക്കൗണ്ടിങ് വർക്ക് നടക്കുന്നത്. ഇതാണിപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇതാണ് ഒന്നാമത്തെ ഹെഡിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ മീനിങ് നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ഈ നടന്ന കാര്യങ്ങളൊക്കെയാണ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ നടന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും സമ്മറൈസിങ്ങും അനാലിസിസ് ഇൻ്റർപ്രിട്ടേഷനും കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അക്കൗണ്ടിങ് എന്ന്. പക്ഷെ ഇതൊന്നും തോന്നിയ പോലെ ചെയ്താൽ പോരാ. ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിത്രം വരയ്ക്കുമ്പോൾ വരയ്ക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ കുറേ വരയ്ക്കും, കുറേ അത് തുടച്ച് കളിയും, ഇങ്ങനെ കളിക്കും. പക്ഷെ ഒരു ചിത്രം വരയ്ക്കുന്ന ആളാണെങ്കിൽ 4 വരകൾ എവിടെയെങ്കിലും വരച്ചു അതൊക്കെ കൂടി കൃത്യമായി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമായ ഒരു ചിത്രമായി മാറും. അപ്പോൾ നമ്മൾ പറയും അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആണെന്ന്. ശരിയല്ലേ? അതേപോലെ തന്നെ അക്കൗണ്ടിങ് വർക്കുകൾ, കുറേ വർക്കുകളുണ്ട്. ഇതൊക്കെ മറ്റുള്ള ആളുകൾ, ധാരാളം ആളുകൾ പരിശോധിക്കാനുള്ളതാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഈ വർക്കുകളൊക്കെ നമ്മൾ ഒരു കൃത്യമായ ആർട്ടിസ്റ്റ് ചെയ്യുന്ന പോലെ കൃത്യമായും ഭംഗിയായും നമ്മൾ ചെയ്താൽ മാത്രമേ മറ്റു ആളുകൾക്കൊക്കെ ഇത് അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് ഒരു ആർട്ടായിട്ട് ചെയ്യണം, കലാപരമായിട്ട് ഇത് ചെയ്യണം. അതേപോലെ തന്നെ സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സയൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായ നിയമങ്ങളാണ്. ഒരു സയൻസ് പഠിച്ച ഒരു ഡോക്ടർ ഒരു അസുഖമായി വന്നു കഴിഞ്ഞാൽ, ഏത് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും ഇന്ന അസുഖത്തിന് ഇന്ന മെഡിസിൻ എന്ന് ശാസ്ത്രം കണ്ടെത്തിയതാണ്. അത്തരത്തിലുള്ള മെഡിസിനുകളെല്ലാം ഡോക്ടർമാർ എഴുതും. അതായത് സയൻസിൽ കൃത്യമായ റൂളുകളുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിലും കണക്കുകൾ എഴുതുമ്പോൾ പല ആളുകളും കണക്കുകൾ പല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നോക്കുന്ന ആളുകൾക്ക് വല്ല പിടിയും കിട്ടും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കൃത്യമായ യൂണിഫോമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം കണക്കുകൾ എഴുതാൻ. അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിനെ ആർട്ട് എന്നും സയൻസ് എന്നും വിളിക്കുന്നത്. ഇപ്പോൾ ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്. 2 വാക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ടും സയൻറ്റിഫിക്കായിട്ടും ചെയ്യണമെന്ന് മാത്രമേ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുള്ളൂ. ബാക്കി ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കുക, അക്കൗണ്ടിങ് എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആർട്ട് കലയാണ്, അതേപോലെ സയൻസ് ശാസ്ത്രമാണ്. ഓഫ് റെക്കോർഡിങ് രേഖപ്പെടുത്തലും, ക്ലാസിഫയിങ് വേർതിരിക്കലും, സമ്മറൈസിങ് ചുരുക്കി പറയലും, അനാലിസിസ് വിശകലനം ചെയ്യലും, ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിശദമായ പഠനം നടത്തലും. ദ ബിസിനസ് ട്രാൻസാക്ഷൻ, എന്തിനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ. ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ടു ദി പേഴ്സൺ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് ഇൻഫർമേഷൻ.
ഇത്തരം ഇൻഫർമേഷനെ കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ താല്പര്യമുള്ള ആളുകൾക്ക്, ഇത്തരം താല്പര്യമുള്ള ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് എന്തെന്ന് അക്കൗണ്ടിങ് എന്ന്. വളരെ സിമ്പിളായിട്ട് പറയാം, കലാപരമായിട്ടും ശാസ്ത്രീയമായിട്ടും ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ രേഖപ്പെടുത്തുകയും വേർതിരിക്കുകയും സമ്മറൈസിങ് ചെയ്യുകയും അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും എല്ലാം ചെയ്യുകയും അതേപോലെ തന്നെ താല്പര്യമുള്ള ആളുകൾക്ക് വിവരം ലഭിക്കണമെന്ന് താല്പര്യമുള്ള ആളുകളുമായിട്ട് ഇത്തരം വിവരങ്ങൾ ആശയവിനിമയം ചെയ്യുന്നതിനുമായി പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ ഇത്രയും സമയം ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 ടോപ്പിക്കുകളാണ്. ഒന്ന് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനും പഠിച്ചു. ക്ലിയർ ആയല്ലോ? എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് പഠിച്ചത്? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡിംഗ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സമ്മറൈസിംഗ് ഉണ്ട്, അനാലിസിസ് ഉണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനുകൾ നമ്മൾ പഠിച്ചു. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ്, അനാലിസിസ്, interpreting the business transaction and communicating the result. കിട്ടിയ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദ പേഴ്സൺ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് ഇൻഫർമേഷൻ, ഇത്തരം വിവരങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത്തരം വിവരങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ്. അപ്പോൾ ഫീച്ചേഴ്സ് നമ്മൾ പൂർത്തിയാക്കി, അതേപോലെ തന്നെ ഡെഫിനിഷനും പറഞ്ഞു. നെക്സ്റ്റ്, എന്തിനാണ് നമ്മൾ കണക്ക് എഴുതുന്നത്? എന്താണ് കണക്ക് എഴുതുന്നതിൻ്റെ ഒബ്ജക്റ്റ്? എല്ലാ ബിസിനസ്സുകളിലും നിർബന്ധമായിട്ടും എല്ലാ ഓണേഴ്സും പൈസ ചിലവാക്കി അക്കൗണ്ടൻറ്റിനെ നിയമിച്ചുകൊണ്ട് കണക്കുകൾ എഴുതുന്നുണ്ട്. എന്താണ് ഇങ്ങനെ കണക്ക് എഴുതുന്നതിൻ്റെ ഒബ്ജക്റ്റുകൾ എന്താണ്? എഴുതി വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എഴുതി വെച്ചാലല്ലേ നമുക്ക് കൃത്യമായ ഒരു തെളിവുണ്ടാവുള്ളൂ. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എല്ലാ മാസത്തിനും ശമ്പളം കൊടുക്കണം. 1-ാം തീയതി തന്നെ ശമ്പളം എല്ലാ ആളുകൾക്കും കൊടുത്തു. അതൊന്നും കൃത്യമായി എഴുതി വെക്കാതെയാണ് കൊടുത്തതെങ്കിൽ, പൈസ വാങ്ങിയ ഒരാൾ വന്നുകൊണ്ട് പൈസ കിട്ടിയില്ല എന്ന് പരാതി പറയുമ്പോൾ നമ്മുടെ കയ്യിൽ തെളിയിക്കാൻ ഒരു തെളിവില്ലാത്ത സാഹചര്യം ഉണ്ടാകും. അതേ സ്ഥാനത്ത് ഇടപാടുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി ശമ്പളം കൊടുത്തതൊക്കെ എഴുതി ഡേറ്റും സമയവും അതേപോലെ തന്നെ വാങ്ങുന്ന സമയത്ത് ഇടപാടുകൾ ബാങ്കിലൂടെ നടന്നതിൻ്റെ ഡോക്യുമെൻറ്റുകളൊക്കെ കൃത്യമായി കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പരാതിയുമായി വരുന്ന ആളുകളുടെ കയ്യിലേക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ തെളിവുകളുണ്ടാകും. ശരിയല്ലേ? അപ്പോൾ ഇത്തരത്തിൽ കണക്കുകൾ എഴുതുന്നതിൻ്റെ ഏറ്റവും പ്രഥമവും പ്രാഥമികവുമായിട്ടുള്ള ഒബ്ജക്റ്റാണ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ് ഫോർ ബിസിനസ്. ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾക്ക് രേഖ തയ്യാറാക്കലാണ് കണക്കുകളുടെ എഴുതി വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. 2, കുറേ ഇടപാടുകളുണ്ടാവും. ഇതൊന്നും എഴുതി വെക്കാതിരുന്നാൽ നമുക്ക് ഒരു വർഷത്തിൽ ആ ബിസിനസ്സിൽ ലാഭമാണ് നഷ്ടം ഉണ്ടായതെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും? ഇല്ലല്ലോ. അപ്പോൾ എഴുതി വെച്ചാൽ മാത്രമേ എത്ര രൂപയുടെ വരവുണ്ടായി, എത്ര രൂപയുടെ ചിലവുണ്ടായി, വരവും ചിലവും കൂടി കമ്പയർ ചെയ്തിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കണക്ക് എഴുതുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശമാണ് ലാഭനഷ്ടം കണ്ടുപിടിക്കുക. ഇതേപോലെ മറ്റൊരു ഉദ്ദേശമാണ് സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക. കുറേ സമ്പാദ്യമുണ്ടോ, കുറേ ബാധ്യതകളാണോ ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. അതേപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ്സിനെ സംബന്ധിച്ച് അറിയാൻ താല്പര്യമുള്ള ആരെങ്കിലും വന്നുകൊണ്ട് വല്ലതും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞു നൽകണമെങ്കിൽ അത്തരം നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഇതെല്ലാമാണ് കണക്ക് എഴുതി വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. അപ്പോൾ 4 ഒബ്ജക്റ്റുകളാണ് ഉള്ളത്. അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തത് ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് റെക്കോർഡ് തയ്യാറാക്കുക, തെളിവുണ്ടാക്കി വെക്കുക. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ തെളിവ്, മറ്റേത് റെക്കോർഡിംഗ് ആണ്, രേഖപ്പെടുത്തുക. റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകൾ, രേഖകൾ തയ്യാറാക്കുക. അപ്പോൾ എഴുതി വെക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം രേഖ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മളുടെ പേരൻസിൻ്റെ കയ്യിൽ വീടിൻ്റെയും പറമ്പിൻ്റെയൊക്കെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാകും. അതെന്തിനു എഴുതി വെക്കുന്നതാണ്? എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ ഭൂമി അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് ഒക്കെ നമ്മളുടേതാണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയാണിത്. അതുപോലെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാലേ എല്ലാറ്റിനും ഒരു രേഖയുണ്ടാവുകയുള്ളൂ. മെയിൻറ്റെയിൻ റെക്കോർഡ് ഫോർ ബിസിനസ്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിലെ ലാഭം എത്രയാണ്,
നഷ്ടം എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തി വെക്കണം. മറ്റൊന്നാണ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ആ ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, കുറേ സ്വത്തുണ്ടോ അല്ലെങ്കിൽ കുറേ ബാധ്യതയാണോ ഉള്ളത്, ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. കുറേ കടം വാങ്ങിയിട്ട് കുറേ കൊടുത്തു വീട്ടാനുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് കുറേ ബാധ്യതയാണ്. എന്നാൽ കടം വാങ്ങിയതൊന്നും ഇല്ല, കുറേ നമ്മൾ കയ്യിൽ കുറേ ആസ്തികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും നമ്മുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ട് എന്ന്. അപ്പോൾ ഇത്തരത്തിൽ എഴുതി വെച്ചാൽ മാത്രം ഇതൊക്കെ നമുക്ക് വേർതിരിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കണമെങ്കിലും കണക്കുകൾ കൃത്യമായി എഴുതി വെക്കണം. മറ്റൊന്നാണ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി ഇടപാടുകൾ രേഖപ്പെടുത്തി. നിങ്ങൾ കണ്ടില്ലേ, സെയിൽസ് ടാക്സ് അതേപോലെ തന്നെ ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ വന്നുകൊണ്ട് നമ്മുടെ കടകളിലും ബിസിനസ്സുകളിലും പരിശോധനകൾ നടത്തും. അപ്പോൾ ഇവരൊക്കെ വന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് നടന്നിട്ടുള്ള എല്ലാ ഇടപാടിനെയും സംബന്ധിച്ചുള്ള A to Z ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കണക്കുകൾ എഴുതുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. എന്തൊക്കെയാണ് പറഞ്ഞത്? രേഖ തയ്യാറാക്കുക, ലാഭനഷ്ടം കണ്ടുപിടിക്കുക, സാമ്പത്തിക സ്ഥിതി കണക്കാക്കുക, അതേപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ നൽകുക. അപ്പോൾ നമ്മൾ 3 ടോപ്പിക്കുകൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോകൾ അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അവസാന ടോപ്പിക്ക് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. ആരൊക്കെയാണ് കണക്കുകൾ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കണക്ക് എഴുതാനാണ്. നമ്മൾ എഴുതി വെച്ച കണക്കുകൾ ആരൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്, കണക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഒരു ബിസിനസ്സിലെ കണക്ക് ഉപയോഗിക്കുന്ന ആളുകളെ പ്രധാനമായും 2ആയി തരംതിരിക്കാം. ഇന്റേണൽ യൂസറും എക്സ്റ്റേണൽ യൂസറും. അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന ആളുകളെ 2ആയി തരംതിരിക്കുകയാണ്, ഇന്റേണൽ യൂസറും എക്സ്റ്റേണൽ യൂസറും. ആരാണ് ഇന്റേണൽ യൂസർ? എന്താണ് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ? ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അകത്തുള്ള, സ്ഥാപനത്തിൻ്റെ അകത്തുള്ള ആളുകളാണ് ഇന്റേണൽ യൂസേഴ്സ്. നെക്സ്റ്റ് എക്സ്റ്റേണൽ യൂസേഴ്സ്, സ്ഥാപനത്തിൻ്റെ പുറമെയുള്ള ആളുകളെ വിളിക്കുന്ന പേര്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ അകത്തുള്ള ആളുകളും പുറത്തുള്ള ആളുകളും എല്ലാം തന്നെ എന്ത് ചെയ്യാറുണ്ട്, കണക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാരൊക്കെയാണെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം. എക്സാമ്പിളുകൾ, ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്? സ്ഥാപനം നോക്കി നടത്തുന്ന മാനേജർമാർ, മാനേജേഴ്സ്. CEO എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്. സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഹയർ ലെവലിലുള്ള ഓഫീസറാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സ്ഥാപനത്തിൻ്റെ മൊത്തം കൺട്രോളും ഓണറുടേത് കഴിഞ്ഞാൽ പിന്നെ CEOയുടെ കയ്യിലായിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അയാളും സ്ഥാപനത്തിൻ്റെ അകത്തുള്ള ആളാണ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഓഫീസർ, സാമ്പത്തിക ഇടപാടുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഓഫീസറാണ്. പണത്തിൻ്റെ ഇടപാട് കൈകാര്യം ചെയ്യുന്ന ആളാണ് ഫിനാൻഷ്യൽ ഓഫീസർ. നെക്സ്റ്റ് പ്ലാന്റ് മാനേജർ. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം നടത്തുന്ന ആ ഒരു ഫാക്ടറി, മെഷീനറിയുടെയും എല്ലാം ഫിറ്റിങ്സ് ഒക്കെ ഉള്ള ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്, പ്ലാന്റ്. നിങ്ങൾ കേട്ടിട്ടില്ല, ഐസ് പ്ലാന്റ്, ഐസ് നിർമ്മിക്കുന്ന സ്ഥലം. അതേപോലെ ഉൽപ്പാദനം നടക്കുന്ന സ്ഥലമാണ് പ്ലാന്റ്. അതിൻ്റെ മാനേജറെയാണ് പ്ലാന്റ് മാനേജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റോർ മാനേജർ. ആരാണ് സ്റ്റോർ മാനേജർ? ഉൽപ്പാദനത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കളും അതേപോലെ തന്നെ ഉൽപ്പാദനം കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്റ്റോർ ഉണ്ടാകും, അത് മാനേജ് ചെയ്യുന്ന ആളാണ് സ്റ്റോർ മാനേജർ. നെക്സ്റ്റ് എംപ്ലോയീസ്, തൊഴിലാളികൾ, ഓണേഴ്സ്, ഉടമസ്ഥർ. ഇത്രയും ആളുകളാണ് ഒരു സ്ഥാപനത്തിൻ്റെ അകത്തുള്ള കണക്ക് പരിശോധിക്കുന്ന അല്ലെങ്കിൽ കണക്കുകൾ നോക്കുന്ന പ്രധാനപ്പെട്ട ഇന്റേണൽ യൂസേഴ്സ്. അപ്പോൾ എക്സാമ്പിളുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. റൈറ്റ് എനി 4 അല്ലെങ്കിൽ എനി 3 എക്സാമ്പിൾസ് ഓഫ് ഇന്റേണൽ യൂസേഴ്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പേരുകളെങ്കിലും തൽക്കാലം നിങ്ങൾ ഓർത്ത് വെക്കാം. മാനേജേഴ്സ്, CEO, ഫിനാൻഷ്യൽ ഓഫീസർ, പ്ലാന്റ് മാനേജർ, സ്റ്റോർ മാനേജർ, എംപ്ലോയീസ്, ഓണേഴ്സ്. ഇത്രയും പേരുകൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് സ്ഥാപനത്തിൻ്റെ പുറത്തുള്ള ആളുകളെയാണല്ലോ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ക്രെഡിറ്റേഴ്സ്, നമുക്ക് പണം കടം തരുന്ന ആളുകൾ. നമ്മൾ ബാങ്കിലും മറ്റു സാമ്പത്തിക ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് പണം കടം വാങ്ങും. അങ്ങനെ കടം വാങ്ങുമ്പോൾ അവർ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കും. അങ്ങനെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കണക്കുകൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ?
വാഹനങ്ങൾ ലോണിന് വേണ്ടി നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മളോട് കുറേ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. നമ്മുടെ ആധാറിൻ്റെ കോപ്പി, ചെക്ക് ലീഫ്, അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മളോട് ബാങ്കിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറയും. നമ്മളുടെ ബാങ്കിൽ നമ്മൾ സാമ്പത്തിക ഇടപാട് നടത്തി കയ്യിലുള്ള പണത്തിൻ്റെ തോത് ആ ഇടപാടുകൾ നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ കടം തരുന്ന ആളുകൾ ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കും. അങ്ങനെ കടം തരുന്ന ആളുകളെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. മറ്റൊന്ന് ഇൻവെസ്റ്റർ, നിക്ഷേപകൻ. പൈസ നിക്ഷേപിക്കുന്ന ആൾ നിക്ഷേപിക്കുന്നതിന് മുൻപ് ആ സ്ഥാപനം നല്ല രീതിയിൽ നടന്നു പോകുന്ന നല്ല ലാഭമുള്ള സ്ഥാപനമാണോ എന്ന് പരിശോധിക്കും. എന്നിട്ടല്ലേ അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. അപ്പോൾ ഇൻവെസ്റ്റർ പരിശോധിക്കുന്നുണ്ട്. ടാക്സ് അതോറിറ്റി, സർക്കാരിൻ്റെ നികുതി ഉദ്യോഗസ്ഥന്മാർ. എത്ര വരുമാനമുണ്ടോ അതിൻ്റെ മുകളിൽ ടാക്സ് അടക്കാൻ രാജ്യത്തുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ്. അപ്പോൾ നികുതി പരിശോധിക്കുമ്പോൾ നമ്മുടെ കണക്കുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കാനുള്ള അവസരമുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ്, സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. ലേബർ യൂണിയൻ, തൊഴിലാളി സംഘടനകൾ. സ്ഥാപനത്തിലുള്ള തൊഴിലാളി യൂണിയനുകളൊക്കെ തൊഴിലാളികൾ ധാരാളം ഉണ്ടായിരിക്കും, ഇവർക്ക് യൂണിയനും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കണ്ടുവോ, എംപ്ലോയീസ് ഇൻ്റേണൽ യൂസറും ലേബേഴ്സിൻ്റെ യൂണിയൻ എക്സ്റ്റേണലുമാണ്. എന്താ കാരണം? എംപ്ലോയി സ്ഥാപനത്തിൻ്റെ അകത്താണ്, പക്ഷെ സ്ഥാപനത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ കഴിയില്ല, അവർക്ക് യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ടാണത് പുറത്തായി കണക്കാക്കപ്പെടുന്നത്. ലേബർ യൂണിയൻ എന്തിനാണ് കണക്ക് പരിശോധിക്കുന്നത്? ലേബർ യൂണിയൻ കണക്കുകൾ പരിശോധിച്ചിട്ട് നല്ല ലാഭത്തിൽ പോകുന്നുണ്ടെങ്കിൽ, തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് വരുമാനം കൂടുതൽ അല്ലെങ്കിൽ ലാഭം കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലായ സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ശമ്പളം കൂട്ടി ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ ഇത്തരത്തിൽ സ്ഥാപനത്തിൻ്റെ പുറമേയുള്ള കുറേ ആളുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ക്രെഡിറ്റർ, കടം തരുന്ന ആൾ, ഇൻവെസ്റ്റർ, നിക്ഷേപകന്, ടാക്സ് അതോറിറ്റി, ഗവൺമെൻറ്, തൊഴിലാളി യൂണിയനുകൾ, അതേപോലെ തന്നെ കസ്റ്റമേഴ്സ്, ഉപഭോക്താവ്. നിങ്ങൾ കണ്ടിട്ടില്ലേ പത്രങ്ങളിൽ ഒരു ഫുൾ പേജൊക്കെ പരസ്യം വരാറുണ്ട് പല ബാങ്കുകളുടെയും, SBI, കാനറ ബാങ്ക്, ബറോഡ ബാങ്ക്, ഫെഡറൽ ബാങ്കിൻ്റെ ഒക്കെ കണക്കുകളൊക്കെ നിങ്ങൾ കണ്ണിൽ പെട്ടിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ വലിയ ഒരു ഫുൾ സൈസ് പേജിലൊക്കെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുതൽ മുടക്കിക്കൊണ്ട് ഇവർ പരസ്യം ചെയ്യുന്നത്? ആ ബാങ്കുകൾ അവരുടെ കണക്കുകൾ നാട്ടിലുള്ള ആളുകളെ കാണിക്കാണ്. ആളുകളാണല്ലോ ബാങ്കിനെ സംബന്ധിച്ച് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. കാരണം കസ്റ്റമേഴ്സ് ഈ കണക്കുകളൊക്കെ പരിശോധിച്ച് ബാങ്കിൻ്റെ സ്വത്തും ബാങ്കിൻ്റെ ബാധ്യതയൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ആ ബാങ്കിലേക്ക് ഇടപാടുകൾ നടത്താൻ പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ എല്ലാ വ്യക്തികളും നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും സ്ഥാപനത്തിൻ്റെ കണക്കുകളൊക്കെ പരിശോധിക്കാനും കാണാനും താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം 4ഓളം ഹെഡിങ്ങുകളാണ് പരിചയപ്പെട്ടത്. അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അക്കൗണ്ടിങ് യൂസേഴ്സ് ആരൊക്കെയാണ്, ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ പഠിച്ചത് കൊമേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഈഡ് ടു ട്രേഡ് എന്നാണ് പഠിക്കുന്നത് അല്ലേ. കച്ചവടത്തെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളെയും പറയുന്ന പേരാണ് കൊമേഴ്സ്. നമ്മൾ പഠിക്കുന്ന കൊമേഴ്സ് സ്റ്റുഡൻസ് പഠിക്കുന്ന 4-8 സബ്ജക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഓരോ സബ്ജക്റ്റും പഠിക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്നും അതും പറഞ്ഞു. നെക്സ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, റെക്കോർഡിങ് നടക്കുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ നടക്കുന്നുണ്ട്, സമ്മറൈസിംഗ് ഉണ്ട്, അനാലിസിസ് നടക്കുന്നുണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകതകൾ. നെക്സ്റ്റ് എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു. ഈ കാണുന്ന വർക്കുകളൊക്കെ ആർട്ടിഫിഷ്യലും സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനാലിസിസ് and interpreting the business transaction and communicating the result to person who are interested in such information. ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ കലാപരമായിട്ടും ശാസ്ത്രീയമായിട്ടും രേഖപ്പെടുത്തുക, വേർതിരിക്കുക, സമ്മറൈസ് ചെയ്യുക, അനാലിസിസ് നടത്തുക, ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക, എന്നിട്ട് കിട്ടിയ റിസൾട്ട് അതറിയാൻ താല്പര്യമുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുന്ന പ്രവർത്തനങ്ങളെ ആകെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവുകൾ നമ്മൾ പറഞ്ഞു.
കണക്കുകൾ എഴുതുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ രേഖ തയ്യാറാക്കലാണ്, ലാഭനഷ്ടം കണ്ടുപിടിക്കലാണ്, സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കലാണ്, ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ നൽകലാണ്. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ്. അതിനുശേഷം നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സിനെ പറഞ്ഞു. കണക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളെ പൊതുവെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇൻറ്റേർണൽ യൂസറും എക്സ്റ്റേണൽ യൂസറും. സ്ഥാപനത്തിൻ്റെ അകത്തുള്ള ആളുകളാണ് ഇൻറ്റേർണൽ യൂസർ. അവർക്ക് നിരവധി ഉദാഹരണം പറഞ്ഞു. മാനേജർമാർ, CEO-മാർ, ഫിനാൻഷ്യൽ ഓഫീസർ, പ്ലാന്റ് മാനേജർ, സ്റ്റോർ മാനേജർ, എംപ്ലോയി, ഓണേഴ്സ്. സ്ഥാപനത്തിൻ്റെ പുറമേയുള്ള ആളുകൾ അവരെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ടാക്സ് അതോറിറ്റി, ഗവൺമെൻറ്, ലേബർ യൂണിയൻ, കസ്റ്റമേഴ്സ്, ഇവരൊക്കെയാണ് സ്ഥാപനത്തിൻ്റെ പുറമേയുള്ള ആൾ. അപ്പോൾ പ്രധാനപ്പെട്ട 4 ചെറിയ ടോപ്പിക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 വീഡിയോകളിലായിട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഈ മാർക്ക് സ്കീമും അതേപോലെ തന്നെ സിലബസുകളും നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം 1ാമത്തെ ചാപ്റ്ററിൽ അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സും അക്കൗണ്ടിങ് എന്താണെന്നും അക്കൗണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണെന്നും അക്കൗണ്ടിൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണെന്നും എല്ലാമാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്കെങ്കിലും വല്ല സംശയങ്ങളും മറ്റുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് തീർക്കാനുള്ള അവസരമുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും സമയം ശ്രദ്ധയോടുകൂടി വീഡിയോ വാച്ച് ചെയ്ത എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകളിലും ഇത്തരത്തിൽ പുതിയ കാര്യങ്ങൾ ധാരാളം നിങ്ങളെ സംബന്ധിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നും തന്നെ മിസ് ചെയ്യാതെ എല്ലാ ദിവസങ്ങളിലും കൃത്യമായി പങ്കെടുക്കുകയും പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ക്ലാസ്സിന് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ ഭംഗിയായി എഴുതിയെടുക്കാനും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ 1-2 ആവർത്തി വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയും എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.